ഇതാണ് ഞങ്ങളുടെ അലൻകുട്ടൻ. ഹാപ്പി ബർത്ത്ഡേ. ഇത് അതിനകത്ത് ഒരു ഇതും കൂടെ കാണും, 2 പേർക്കും കൂടെ കൊടുക്കാനായിട്ട്. അതുലിനും അലനും 2 പേർക്കും. ഇത് നിങ്ങൾ വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ തന്നെ കഴിച്ചു. രാവിലെ നോൺ വെജ് ആയിരുന്നോ അതോ വെജ് ആയിരുന്നോ? സ്റ്റൂ. ഏതാ? ചിക്കൻ സ്റ്റൂ. കരയാൻ എനിക്ക് സമയമില്ല, കരയാനാണെങ്കിൽ എനിക്കതിനെ സമയം കാണൂ എന്ന് തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ധീരതയോടെ പറഞ്ഞ ഒരു കൊച്ച് മിടുക്കൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ. ഇത് അലൻ, ഇത് അതുൽ, അലൻ്റെ ചേട്ടനാണ്. അമ്മ സൗമ്യ, അച്ഛൻ റോയ്. മോൻ എത്രയില്ല ഇപ്പം പഠിക്കുന്നേ? ഞാൻ ഇപ്പോൾ 7th പഠിക്കുന്നു. അപ്പം എപ്പോഴായിരുന്നു ലൂർദ് മാതാ കേരളോട്ട് വന്നേ? ഞാൻ 6th എൻ്റെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോഴാണ് വന്നത്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ ലിറ്റിൽ ഫ്ലവർ പാനായിക്കോളും. ഇപ്പം നമ്മുടെ കൂടെ ഇപ്പം ഫുൾ ടൈം നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ടായിരുന്നു അല്ലേ കാലും. പെട്ടെന്ന് അത് പോയപ്പോഴത്തേക്കിനും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു ആ ഒരു സിറ്റുവേഷനൊക്കെ? ഞാൻ അപ്പോഴേ അക്സെപ്റ്റ് ചെയ്തായിരുന്നു, സർജറിക്ക് കയറുന്നതിന് മുമ്പേ. അപ്പം അന്ന് മോനെ കൊണ്ട് ഇപ്പം എന്താ എനിക്ക് കരയാൻ സമയമില്ല, കരയാനാണെങ്കിൽ എനിക്ക് അതിനെ സമയം കാണൂ എന്ന് പറയാൻ പ്രചോദനമായിട്ടുള്ള എന്തെങ്കിലും എന്തായിരുന്നു അത് അത്രയും ഇതാക്കിയത്? എൻ്റെ അച്ഛനും അമ്മയും കരയണം എനിക്കിഷ്ടമല്ല. അതായത് ഞാനൊരു ദിവസം ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പം ഇവർ 2 പേരും സൈഡിൽ നിന്ന് കരയണം ഞാൻ കണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞ ഇങ്ങനെയാണ്, കോമഡി രീതിയിൽ അവർ പറഞ്ഞ് കാല് മുറിച്ചളയേണ്ട അങ്ങനെയാണ്. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അതാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആൻറ്റി ഇപ്പം എന്ത് ചെയ്യാണ്? ഞാൻ ആയുർവേദ നേഴ്സ്. അങ്കിളോ? ഞാനും സെയിം നേഴ്സാണ്. അപ്പം ഇത് ആദ്യമായിട്ട് ഇപ്പം കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു? കണ്ടുപിടിച്ച് ഞങ്ങൾ ഇതുപോലെ കാലിടിച്ച് ചതവാന്ന് വിചാരിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചതഞ്ഞ് ബ്ലഡ് ക്ലോട്ടായി, അത് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെ സെൻറ്റ് ജോസ് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ കൊണ്ടുപോയത്, മഞ്ഞുമൽ. അപ്പോൾ അവർ പറഞ്ഞത് സർജറി ചെയ്യണം, ഇത് എടുത്ത് കളയണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ എടുത്ത് കളയാമെന്ന് പറഞ്ഞ് കയറ്റി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അത് ഇതല്ല, ഞാനതെടുത്ത് ബയോപ്സിക്ക് അയച്ചിട്ടുണ്ടെന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു. ബയോപ്സിക്ക് അയച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നത് പോസിറ്റീവായി. ഞങ്ങൾ മാർച്ച് 22-ാം തീയതിയാണ് ഞങ്ങൾ ഇവിടെ സെൻറ്റ് ജോസ് ഹോസ്പിറ്റലിൽ കാണിച്ച് 29-ാം തീയതി ഇവിടെ സർജറി കഴിഞ്ഞ് ഡിസ്ചാർജായി. അപ്പം തന്നെ ഡോക്ടർ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് ഇവിടെ ചികിത്സിക്കുന്നതോ തിരുവനന്തപുരത്ത് പോകുന്നതെന്ന് ഞങ്ങളോട് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യം ഇല്ല, ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോയി. അവിടുന്ന് എല്ലാം ഈ ബയോപ്സിയുടെ ഇതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി എല്ലാം ചെയ്ത് അവിടെ കാണിച്ചു. കീമോ ഇവനോട് പറഞ്ഞ് ഞങ്ങൾ എല്ല് പൊടിച്ചിലാണ്, കാലിൻ്റെ എല്ല് പൊടിയുന്നുണ്ട്, അതുകൊണ്ട് കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോയി ജൂണിലാണ് അവൻ്റെ കാലിൻ്റെ സർജറി. മാർച്ച് ചെന്ന് കീമോയൊക്കെ പകുതി ആയി കഴിഞ്ഞ ശേഷമാണ്. അപ്പോൾ അവന് കുഴപ്പമില്ല, അവനെല്ലാം പോസിറ്റീവായിട്ട് എടുത്തു. ഞങ്ങൾ പറയുന്നതെല്ലാം പോസിറ്റീവായിട്ട് എടുത്തു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി എടുത്തുകൊണ്ട് നടക്കാമെന്ന് വയ്യ, നിന്നെ നമുക്കിത് കളഞ്ഞേക്കാം. ആദ്യം പറഞ്ഞു നിങ്ങൾ എന്താ റോയിച്ചിനോട് പറഞ്ഞു പോടാ അവിടുന്ന് എന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞ്. പക്ഷെ ഞങ്ങൾ സങ്കടപ്പെടരുത്, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ. പിന്നെ അവൻ ഡോക്ടറോട് ഒരു നിബന്ധന മാത്രമേ വെച്ചുള്ളൂ, എന്നെ വേദനിപ്പിക്കരുത്, അല്ല കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെ ലൂർദ് മാതാവിൽ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. തെരേസ സിസ്റ്ററും കരുണാമയും അച്ഛനും എല്ലാം. ഞങ്ങൾ തകർന്നൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് ചെന്നത്. നമ്മളിതൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇതെന്താവുന്നു ഒന്നും. പക്ഷെ എല്ലാം തമ്പുരാൻ ഞങ്ങളെ അവിടുന്ന് ചേർത്ത് പിടിച്ച് എല്ലാം ഇതാക്കി. ഞങ്ങൾ എല്ലായിടത്തും ശരിക്കും പറഞ്ഞാൽ രോഗിയും ഒരാളും കൂടെ മാത്രമേ ഉള്ളായിരുന്നു അവിടെ. ഞങ്ങൾ കുടുംബമായിട്ടാണ് അവിടെ 9 മാസം ഞങ്ങൾ അവിടെ താമസിച്ചത് ലൂർദ് മാതയിൽ. കഴിഞ്ഞ വർഷമാണോ ലൂർദ്? കഴിഞ്ഞ വർഷം ഞങ്ങൾ ഡിസംബർ 29-ാം തീയതിയാണ് ഞങ്ങൾ അവിടുന്ന് പോരുന്നത്. മാർച്ച് ചെന്നിട്ട് 29-ാം തീയതിയാണ് ഞങ്ങൾ പോരുന്നത് അവിടുന്ന്. 2023 ആ 23 മാർച്ച് ചെല്ലുന്നു, ഡിസംബർ തിരിച്ചു പോകും.
കുട്ടിയുടെ ചികിത്സ അതുപോലെ തന്നെ ജോലി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കോപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിരുന്നു? ഞങ്ങൾക്ക് ജോലി നഷ്ടമായിരുന്നു. ഞങ്ങൾ കാരണം ആയുർവേദ നഴ്സുമാരാണല്ലോ ഞങ്ങൾ. അപ്പം ഞങ്ങളില്ലാണ്ട് അവിടെ ഇതാക്കാൻ പറ്റില്ല. അപ്പം അവർക്ക് വേറെ സ്റ്റാഫിനെ എടുത്തേ പറ്റുണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ഞങ്ങൾ ജോലി നഷ്ടമായി. ഞങ്ങളവിടെ രണ്ടുപേരില്ലാതെ പറ്റത്തില്ലായിരുന്നു. കാരണം കുഞ്ഞിന് എടുത്തോണ്ടേ നടക്കാൻ പറ്റുള്ളായിരുന്നു. കാല് കുത്തരുതെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഈ മോൻ എന്ത് ചെയ്തു? ഈ മോനും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ വന്നു. കാരണം അവന് ഞങ്ങളില്ലാണ്ട് പറ്റത്തില്ലായിരുന്നു. ആദ്യം എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി, അവനത് പറ്റുന്നില്ല. ആദ്യം അത് കഴിഞ്ഞ് റോയിച്ചിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി, അത് പറ്റുന്നില്ല. ലാസ്റ്റ് മോഹനച്ഛൻ പറഞ്ഞു, സാരമില്ല, അവനെ വിഷമിപ്പിക്കണ്ട, അവനെ ഇങ്ങ് കൊണ്ടുവന്നേക്ക്, ഞങ്ങൾക്ക് റൂം തന്നു. ഞങ്ങൾ ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ ആയിരുന്നു. ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഒന്നിച്ച് ഞങ്ങൾ 4 പേരും കൂടി തിരിച്ചു പോകുന്നത്. പലർക്കും ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നേരിടണമെന്ന് അറിയത്തില്ല. ഇപ്പം മോനെ പോലെ ഇത്രയും ധൈര്യത്തോടെ ആ ഒരു തീരുമാനം അക്സെപ്റ്റ് ചെയ്യാനും ലൈഫിൽ മൂവ് ഓൺ ആവാനും പറ്റാത്ത കുറേ പേരുണ്ടല്ലോ. അവരോടൊക്കെ മോൻ എന്താ പറയാനുള്ളത്? നമ്മളിപ്പോൾ ഇതോർത്ത് വിഷമിച്ചിരിക്കണമെങ്കിൽ ഇനി മുന്നോട്ടൊരു ജീവിതം ഉണ്ടെന്ന് ഓർക്കണം. ആ ജീവിതം ഓർത്തിട്ടെങ്കിലും നമ്മൾ വിഷമിക്കാണ്ടിരിക്കണം. അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം മുന്നോട്ട് നമുക്ക് വിജയിക്കണം. ആ ഒരു മനസ്സിൽ അങ്ങനെ ഒരു ഇത് കൊണ്ടുപോകണം. ഇനി എനിക്ക് ജീവിക്കാനുണ്ട്, പഠിക്കണം, ആ ഒരു ഇതുണ്ടെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല. ഇതിലും എത്രയോ പേര് ഇതിലും വലുത് അനുഭവിക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും ഒന്നുമല്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. മോനൊരു കിടിലൻ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആണെന്ന് കേട്ടല്ലോ. ഞങ്ങളുടെ ആനുവൽ ഡേ വരുന്നുണ്ട് 18-ാം തീയതി. അപ്പോൾ അതിന് ഒരു നാടകം ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ അഭിനയിക്കാനും ഡബ് ചെയ്യാനും വേണ്ടിയിട്ട്. സിനിമയുടെ സീൻസ് ഒക്കെ ഡബ് ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ചെറുതായിട്ട് സ്റ്റെപ്പ് വെച്ചതേ ഉള്ളൂ. അവന് ഇന്നലെ പറഞ്ഞപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടമ്മ ഡബ്ബിങ് ഒക്കെ ചെയ്യാൻ. ഇന്നലെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. ഇന്നലെ സ്കൂളിൽ ഫുൾ ടൈം അവിടെ ആയിരുന്നു. ക്ലാസ്സില്ലാഞ്ഞിട്ടും സ്കൂളിൽ പോയേക്കുമായിരുന്നു ഇങ്ങനെ പ്രാക്ടീസിനും ഡബ്ബിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പം മോന് സിനിമയിൽ ഡബ് ചെയ്യാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ പോകുമോ? തീർച്ചയായിട്ടും പോകും. ദൈവം തരുന്ന ഒരവസരം നമ്മൾ തട്ടിക്കളയരുതല്ലോ. അത്യന്തം ഗുരുതരാവസ്ഥയിൽ അവിടെ കടന്നു വന്ന മോനാണ് അലൻ. പക്ഷേ ആ ഗുരുതരാവസ്ഥകളൊക്കെ മാറി അവനും ഒരു മേജർ സർജറി കാലിന് ചെയ്യേണ്ടി വന്നു എന്നൊഴിച്ചാൽ മോൻ്റെ മാനസിക ബലത്തിന് കുറവ് വന്നിട്ടില്ല, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് കുറവ് വന്നിട്ടില്ല. അവൻ നന്നായി പഠിക്കുന്ന സമർത്ഥനായ നല്ല കുട്ടിയാണ്. അലനോടൊരു കൊച്ചു ചോദ്യം ചോദിക്കട്ടെ. അലൻ എന്തായി തീരാൻ ഇഷ്ടം? എനിക്ക് ഒരു ഫോറിൻ കമ്പനിയിലൊരു CEO. ഒരു ഫോറിൻ കമ്പനിയിലൊരു CEO ആവണം അല്ലേ? ഫോറിൻ കമ്പനി CEO ആയിട്ട് തന്നെ എടുക്കണ കുറേ കാശ് സമ്പാദിക്കാനാണോ അതോ ഒരു നല്ല വീട് വെക്കാനായിട്ടാണോ? ഈ സ്വന്തമായിട്ടൊരു വീട് വെക്കണം, പിന്നെ അവിടെ സെറ്റിലായി, പിന്നെ ഇങ്ങനെ കുറേ സഹായങ്ങളൊക്കെ ചെയ്യണം പറ്റുന്ന പോലെ എല്ലാവർക്കും. ആരെ സഹായിക്കാൻ ഇഷ്ടം? ഏറ്റവും കൂടുതൽ ഇഷ്ടം പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാനാണോ, രോഗികളെ സഹായിക്കാനായിട്ടാണോ, അത് കുട്ടികളെ പഠിപ്പിച്ചെടുക്കാനായിട്ടാണോ? അങ്ങനെ ഒരുപാട് സോഷ്യൽ വർക്കുകളൊക്കെ ഉണ്ടല്ലോ. പറ്റുന്ന പോലെ എനിക്ക് എല്ലാം ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആണല്ലേ? മെയിനായിട്ടും രോഗികൾക്ക്, അതായത് അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ താമസിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവിടെ തന്നെ വീട് വെച്ച് കൊടുക്കാൻ അങ്ങനെയൊക്കെയുള്ളൊരാഗ്രഹം ഉണ്ട്. അച്ഛന് ഒരു പക്വമതിയായ ഒരു കുട്ടിയാണ് അലൻ. അതുകൊണ്ട് അച്ഛനൊരു പക്വമതിയായ അലനോടൊരു ചോദ്യം ചോദിക്കാൻ പോവാം. അതായത് അലൻ ഇങ്ങനെ 2023 മാർച്ച് മാസം 28-ാം തീയതി അവിടെ വന്നു. അവിടെ വരുന്നതിന് മുമ്പുള്ള ഒരലനും അവിടെ വന്നതിന് ശേഷം മറ്റൊരു അലനും ഉണ്ട്. അതായത് കാലൊക്കെ മുറിക്കുന്നതിന് മുമ്പ് രോഗികളെ ഒന്നും അധികം കണ്ടിട്ടില്ലാത്ത ഒരലൻ അല്ലേ? RCCയിലേക്ക് പോകുന്നു, അവിടെയുള്ള കൂട്ടുകാരെയൊക്കെ കാണുന്നു, ഒരേ പ്രായത്തിലുള്ള രോഗികളെയൊക്കെ കാണുന്നു, ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന മറ്റു രോഗികളെ കാണുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു അലൻ, അതായത് കാലൊക്കെ മുറിച്ച് ഇങ്ങനെയൊക്കെ അല്ലേ? അങ്ങനെ വരുന്നൊരു അലന് തിരുവനന്തപുരത്ത് വന്നിട്ട് ഏറ്റവും കൂടുതൽ ആകർഷിച്ച അലനെ എന്തെങ്കിലും സംഭവമോ
ലൂർദ് മാതാ കെയറിലെത്തി. അവിടെ വരുന്നു, അവിടെയുള്ള ആളുകളെ കാണുന്നു. എനിക്കും അങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു തോന്നലുണ്ടായി. ഏതെങ്കിലും ഒരു കാര്യം പറയാം. അവിടെ കുറെ പേരെ ഇങ്ങനെ കണ്ടല്ലോ. അപ്പൊ എന്റെ ആദ്യത്തെ വിചാരം മറ്റേ സിനിമയിലൊക്കെ ഇങ്ങനെ സർജറി ഒക്കെ സ്ഥലത്ത് കണ്ടിട്ടുള്ളൂ, ജീവിതത്തിലൊന്നും നടക്കൂല അങ്ങനെയൊക്കെ ഒരു മൈൻഡ് ആയിരുന്നുണ്ട്. പിന്നെ അവിടെ ചെന്ന് അത്രയും പേര് അവിടെ RCCയിൽ ഇങ്ങനെ അഡ്മിറ്റ് ആയി കിടന്നപ്പോ കുറെ 2 മാസം പ്രായമുള്ള കുഞ്ഞ്, 8 മാസം, അങ്ങനെ കുറെ പേര്, എത്ര വയസ്സാന്നൊന്നുമില്ല, കുറെ പേരെ ഞാൻ അവിടെ കണ്ടു. അപ്പൊ അവരുടെ ആ കഷ്ടപ്പാടും ഇതൊക്കെ ഓർക്കുമ്പോ ഉള്ളൊരു പിന്നെ ആ ലൂർദ് മാതാ കെയറിലെ ആ സഹായം, അത്രയും പേരുടെ ഒരു താങ്ങും തണലായിരിക്കണ അതുപോലെ തന്നെ എനിക്കും ചെയ്യണം എന്നുള്ളൊരു അത് വന്ന് നേരം അവിടെ വന്ന് കണ്ടപ്പോഴാണ് എനിക്ക് അവിടെ ആദ്യമൊന്നും എനിക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. അവിടെ എന്താ നടക്കുന്നത്, എന്തിനവിടെ നിൽക്കുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പിന്നെ പതിയെ പതിയെ എനിക്ക് മനസ്സിലായി തുടങ്ങി. എനിക്ക് അതുപോലെ തന്നെ ചെയ്യണം എന്നുള്ളൊരു മനസ്സിലൊരു തോന്നൽ വന്നു തുടങ്ങിയായിരുന്നു. അങ്ങനെയാണ് എനിക്ക് പള്ളിയിൽ നല്ല മിടുക്കനായിട്ട് ഓടിച്ചാടി നടക്കുന്ന കുട്ടി, സ്കൂളിൽ ഓടിച്ചാടി നടക്കുന്ന കുട്ടി, നമ്മുടെ കളിക്കൂട്ടുകാരൊക്കെ ഓടിച്ചാടി നടക്കുന്നു. ഇപ്പം അത്ര നമുക്ക് ഓടിച്ചാടിയൊന്നും നടക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ വിഷമമുണ്ടോ? ഒരിക്കലില്ല. അവന്മാര് എനിക്ക് പറ്റുന്ന പോലെ കളിക്കാനും ഞാനും ഓടിച്ചാടി ബെഞ്ചിന് മേളിൽ കൂടെ ചാടുന്നുണ്ട്. ഇപ്പോഴോ? ഇപ്പോഴും ഉണ്ട്. അത് അവന്മാർ എന്നെയും കൂടി ഒന്ന് ഇതാക്കുന്ന പോലെ അവന്മാര് കളിക്കും. പിന്നെ ഫുട്ബോൾ കളിക്കാറുണ്ട്, ഇടയ്ക്ക് ഗോളിയായിട്ട് നിൽക്കാറുണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെ കൃത്രിമമായിട്ടുള്ള കാലുകൾ മറ്റൊക്കെ വെക്കുമ്പോഴേക്കും അതിൻ്റെ ട്രെയിനിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് അത് വഴങ്ങി വരാനായിട്ട് ഒത്തിരി താമസിക്കും, ചിലപ്പോൾ പെയിൻഫുൾ ആകും, ചിലർക്ക് അതിനോട് സഹകരിക്കാൻ ഇഷ്ടക്കുറവ് വരും. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഏറ്റവും നന്നായിട്ട് നല്ല സമർത്ഥനായ ഒരു പരിശീലനം കിട്ടിയ ഒരാളെ പോലെയാണ് ആദ്യം മുതൽ തന്നെ നമ്മുടെ അലൻ അതിനോട് സഹകരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഏറ്റവും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന മോൻ്റെ ആ ഒരു മച്യൂരിറ്റിയാണ്, ആ പക്വതയാണ്. അലൻ്റെ പേരൻസിനെ കുറിച്ച് എനിക്ക് ഒരു വാക്ക് പറയാതിരിക്കാനാവില്ല. കാരണം നമുക്കറിയാം, കുട്ടികളൊക്കെ അസുഖമൊക്കെ ആയി കഴിയുമ്പോഴേക്കും വല്ലാതെ മനസ്സ് ഭാരപ്പെടും. ഇനി എന്തിനാ മുൻപോട്ട് ജീവിക്കുന്നത്? പ്രത്യേകിച്ച് ഇത്രയും നല്ല കഴിവുള്ള മിടുക്കനായിട്ടുള്ളൊരു കുട്ടി, അവൻ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുമോ, അത് വലിയ വേദന ഉളവാക്കുന്ന ഒന്നാണ്. അവർക്ക് പെട്ടെന്ന് പരിഹരിക്കാവുന്ന ഒന്നുമല്ല. പക്ഷെ ആ സമയത്ത് അവരവിടെ ധൈര്യത്തോടെ ഈ മാതാപിതാക്കൾ അതിനെ അഭിമുഖീകരിക്കുന്നത് പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവരുടെ ഒരു ദൈവഭക്തിയും ഇച്ഛാശക്തിയും കുഞ്ഞുങ്ങളെ അത് അറിയിക്കാതെ അവരോടൊപ്പം രാപകല് ഇവർ ഉറക്കളച്ചാണ് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, ആ മോന് വേണ്ടി മാത്രമല്ല, ലൂർദ് മാതാ കെയറിൽ താമസിച്ചിരുന്ന സമയത്ത് ലൂർദ് മാതാ കെയർ വിവിധങ്ങളായ ശുശ്രൂഷകൾ പുറത്തും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 500 പേർക്കോളം ബ്രേക്ക്ഫാസ്റ്റ് തന്നെ പുറത്ത് SATയിലും അവിടെയൊക്കെ കൊടുക്കുന്നുണ്ട്, RCCയിലും ഫ്രണ്ടിലുമൊക്കെ. ഒത്തിരിയേറെ പാവങ്ങളായ ആളുകൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് അവിടെ വരാറുണ്ട്. അപ്പം ഈ സൗമ്യ റോയിയൊക്കെ അതിരാവിലെ 4:30 എഴുന്നേറ്റ് ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാനും ഉച്ചയ്ക്ക് വേണമെങ്കിലും മറ്റ് പല നേരങ്ങളിലുമൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഒരു മടുപ്പും കൂടാതെ, എനിക്ക് തോന്നാറുണ്ട് മകൻ്റെ സൗഖ്യത്തിന് വേണ്ടി അവർ നിയോഗം വെച്ച് ചെയ്യുന്നതാണോ എന്ന് പോലും നമുക്ക് തോന്നാറുണ്ട്. അത്രയും ആഗ്രഹത്തോടെ അവർ അധ്വാനിച്ചിട്ടുള്ളത്, പാവങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. അതിനുകൂടി ദൈവം കൊടുത്ത സമ്മാനമാണ് മോൻ്റെ സൗഖ്യം. അല്ല, അവിടെ സ്കൂളിൽ വിടാം, എന്നിട്ട് ഞങ്ങൾ പതുക്കെ പോകണ്ട അങ്ങോട്ട് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. മോൻ പഠിക്കുന്ന സ്കൂൾ ഏതാടാ? ഞാൻ ലിറ്റിൽ ഫ്ലവർ പാനായിക്കോളും. നമ്മുടെ പ്രിയപ്പെട്ട അലൻ പഠിക്കുന്ന സ്കൂളിൽ എത്തിച്ചേരാൻ പറ്റി. ഞങ്ങൾ പ്രിയപ്പെട്ട അലൻ ഇല്ലാതെ ഈ സ്കൂള് കുറേ നാളുകൾ അല്ലേ അങ്ങനെ പോയി. അലൻ തിരിച്ചു വരുമ്പോഴേക്കും പ്രിയപ്പെട്ട ഹെഡ് മിസ്സസ് സിസ്റ്ററാണ് ഇവിടെ ഉള്ളത്. സിസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്തുകയും
നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട അലനെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാമോ? ഈ സ്കൂള് ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ പാനായിക്കുളം. എൻ്റെ പേര് സിസ്റ്റർ റൊസീന. ഞങ്ങൾ അലൻ്റെ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വന്ന് അലനെ കണ്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ന്യൂസായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖവും അതിനോടനുബന്ധിച്ചുള്ള സർജറിയൊക്കെ എങ്കിലും ദൈവത്തിൻ്റെ സഹായത്താൽ ഇതെല്ലാം ഓവർകം ചെയ്ത് ഇവിടെ വീണ്ടും നമ്മളോടൊപ്പം ഉള്ള ഒരവസ്ഥ വലിയ കാര്യമാണ്. ഇന്ന് ബർത്ത്ഡേ എന്നുള്ളത് ക്ലാസ് ടീച്ചറിന് അറിയായിരുന്നു, ഇവിടെ അറിഞ്ഞുവിടായിരുന്നു. അതുപോലെ ഇന്ന് വടിയില്ലാതെ കാലം നടന്നു വരുന്നത് കണ്ടപ്പോൾ അത് നമുക്ക് വലിയ സന്തോഷമാണ്. ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും സ്നേഹത്തോടെ വിദ്യാലയ കുടുംബം മുഴുവൻ്റെയും ആശംസകൾ അറിയിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം, അലൻ മടങ്ങി സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അലന് നടക്കാനും സ്റ്റെപ്പുകൾ കയറാനുമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അന്ന് ഫോണിലൂടെ അറിഞ്ഞിരുന്നു ഈ ഒരു സ്കൂൾ സംവിധാനം അലന് വേണ്ടിയിട്ട് കുറേ കൂടി താഴോട്ട് ഇറങ്ങി വരാൻ പരിശ്രമിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ തങ്ങളുടെ ഒരു കുട്ടിയെപ്പോലും വളരെയേറെ ശ്രദ്ധയോടും കരുതലോടും കൂടി കാണുന്ന ഒരു സ്കൂൾ സംവിധാനം, അതുവരെ മുകളിലത്തെ നിലയിലായിരുന്ന അവൻ്റെ ക്ലാസ് റൂം അവന് വേണ്ടി കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ താഴേക്ക് മാറ്റുന്നൊരു അനുഭവം, അത് ഞങ്ങളെ ഏറെ സ്വാധീനിച്ച ഒന്നാണ്. അതിന് പ്രേരിപ്പിച്ചത് സിസ്റ്റം എന്തായിരിക്കും അവന്? അതായത് ഇപ്പോൾ ഇങ്ങനെ അലന് ഇപ്പം നമുക്ക് ഇവൻ ഒരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ടീച്ചേഴ്സിനോടൊക്കെ സംശയങ്ങളൊക്കെ ചോദിക്കും. അങ്ങനത്തെ ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി വീണ്ടും തിരിച്ചു വന്നാൽ നമ്മൾ, കാരണം ഇത്രയും പെട്ടെന്ന് വരുമെന്നുള്ളത് പോലും ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു. പിന്നെ ഇവരുടെ ദൈവവിശ്വാസവും അതൊക്കെ കൊണ്ടായിരിക്കും പെട്ടെന്ന് ഓവർകം ചെയ്യാൻ എത്തിയത്. അപ്പോൾ എന്ത് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് നമ്മളപ്പോഴേ ആഗ്രഹിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ താഴേക്ക് ക്ലാസ് മാറ്റി. എന്നാലും അലൻ വീണ്ടും എനിക്കിപ്പോൾ കുഴപ്പമില്ല സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വീണ്ടും ആക്കി. ഇവൻ തന്നെ പറഞ്ഞു സ്റ്റെപ്പൊന്നും കയറാൻ കുഴപ്പമില്ല, അപ്പോൾ അതിനെങ്കിലും നേരത്തെയൊക്കെ താഴത്തേക്ക് ഇറങ്ങി വരാനും ഉള്ളൊരു പെർമിഷനൊക്കെ കൊടുത്തിരുന്നു. പിന്നെ ഒരു നല്ല കുട്ടിയാണ് അലൻ. അലന് വേണ്ടി തുടർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് അവനെ കൂടുതൽ ഉയരങ്ങളിലേക്ക്, അവന് നല്ല ആധ്യാത്മിക ബലവും മാനസിക ബലവും ബൗദ്ധികമായ ബലവും എല്ലാം കൊടുത്ത് നമുക്ക് അവനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് അവനെ കൈപിടിച്ചും കയറ്റാം. നമുക്ക് ഒരുപാട് നന്ദി. ഇനിയും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ഉത്തരോത്തരം മെച്ചപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ വന്ന് ഈ ഒരു കാര്യത്തിൽ പങ്കെടുത്തതിനും ഞങ്ങളുടെ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നതിനും നന്ദി അറിയിക്കുന്നു.